ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഒരു 7:20 ആയിട്ടുള്ളൂ. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകണം. ഞാനും ചിന്നും ആര്യയും ഉള്ളൂ. അമ്മ ഇന്നലെ ഇല്ലയെന്ന് പറഞ്ഞു. താറ്റോട് താച്ചമ്മക്ക് പോയി വരാട്ടാ പറയും. പോയി വരാം. അപ്പം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വാണിയമ്പലത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നു. വാണിയമ്പലം പാറയിലേക്കാണ് പോകുന്നത്. സീറ്റ് അളക്കുണ്ടെന്നോ? ആ, സീറ്റ് മഴ പെയ്തിട്ട് തണുക്കുണ്ടല്ലേ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇവിടുന്ന് ഒരു 4 കിലോ റോഡ് വഴി പോകുമ്പോൾ 4 കിലോമീറ്റർ. ആദ്യമൊക്കെ ഞങ്ങൾ നടന്നായിരുന്നു പോയിരുന്നത്. അന്ന് പിന്നെ എല്ലാവരും കുട്ടികളായിരുന്നു. ആ കാലത്ത് നടക്കാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. ഇവിടുന്ന് നടക്കുവാണെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ എന്തായാലും നടക്കണം. പാടം തോടൊക്കെ കയറി മറിഞ്ഞ് വേണം പോവാം. ഇപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റോട്ടിന് എല്ലാവരും പോക്ക്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് 4 കിലോമീറ്ററോളം വരും. അതായത് ഞങ്ങൾ ഇറങ്ങാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്റ്റാൻഡിലേക്ക് പോവുക. ഇന്ന് ഞായറാഴ്ചയാണ്. അമ്പലത്തിൽ തിരക്കുണ്ടാവുമോ എന്തോ അറിയില്ല. എന്തായാലും രാവിലെ നമുക്കല്ലേ മഴൻ്റെ ഒഴിവുണ്ട്. അതുകൊണ്ട് സുഖമാണ്. വാ, ചായ കുടിച്ചോ? ഒരു ഗ്ലാസ് കട്ടൻ ചായ. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ട വെള്ളം ഇതൊക്കെ പാറയുടെ മേലിന് ഇവിടെ നിലയൊക്കെ പുറകായിട്ട് പൊട്ടി വരുന്നതാണ്. ആര്യതാ പോകുന്നു. മുകളിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ക്ഷേത്ര കമ്മിറ്റി. ആര്യ, ഇതെവിടെ സ്ഥലം? ഏത് പാറ? വാണിയമ്പലം പാറ. അതുകൊണ്ട് നല്ല ചെമ്പരത്തി. ഈ ചെമ്പരത്തി വേറെ ടൈപ്പ് ചെമ്പരത്തിയാണ്. കുറേ ഉണ്ട്. അതുപോലെ തന്നെ ആ സൈഡൊക്കെ ഉണ്ട് വലിയൊരു പാറ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാലും അടിപൊളിയാണ്. പക്ഷേങ്കിൽ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, വല്ല പാമ്പുണ്ടോ. തെച്ചിപ്പൂവ്. ഇതിൽ കുറേ പൂക്കളൊക്കെ കുഴിച്ചിട്ടിരിക്കണല്ലേ. കാടായതുകൊണ്ട് അറിയാതൊക്കെയാണ്. ഇവിടെ വരെയാണ് വണ്ടി വരിക. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി പോകാൻ കണ്ട് ഇതിലെ വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതാ ഇതിലാണ്. ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകോവിലിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വണ്ടികളൊക്കെയാണ് മേലേക്ക് ഇപ്പോൾ പോകുന്നത്. അല്ലാത്ത വണ്ടികളൊന്നും അങ്ങനെ കയറ്റില്ല. നല്ല കോട മുടി കിടക്കണ ഉണ്ടാവില്ല. കോട വെള്ള ഉണ്ടോ? മഞ്ഞ്. പാറിൻ്റെ ഇതിലൊക്കെ കാണാനൊക്കെ നല്ല രസമല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാം. ഈ മഴയും കൂടിയും പെയ്തുകൊണ്ടേ പുല്ലുകളൊക്കെ കിളർത്തേക്കും. നമുക്ക് തുടക്കത്തിലേ ഉള്ളൊരു ആലാണ്. ഇതൊക്കെ വളരെ വളരെ ചെറുതായിരുന്നു ആ ടൈമിൽ വരെ നമ്മൾ വന്നത്. നമുക്ക് ഇവിടെ വരെ ചേർത്ത് അങ്ങനെ മേലെ വരെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യാം. പക്ഷെ പാറയപ്പോൾ വഴുക്കൽ കാര്യങ്ങളുണ്ടെങ്കിൽ തൊഴുതില്ല. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പണി നടക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലൊക്കെ മെറ്റൽ കാര്യങ്ങൾ ഇവിടെയൊക്കെ ചെറിയൊരു വഴിപാട് കൗണ്ടർ പോലെ എന്തോ ഉണ്ടാക്കാനാവും തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പ്ലാന് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ തറ കഴിഞ്ഞ് മേലേക്കുള്ള പടവൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ ഈ നേരത്തെ ഇവിടേക്ക് വന്നാലുള്ളൊരു വ്യൂ അത് വേറെ ലെവലാണ്. വേറെ ലെവല്. നല്ല പുകയാണ്. നമ്മളെ വീടൊന്നും കാണില്ലല്ലേ. അവിടേക്കൊക്കെ നല്ല കോടയാണല്ലോ. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ അവിടെ കോടയില്ലല്ലോ. അതാണ് കോടൻ്റെ പ്രത്യേകത.
അവിടെയാണ് നമ്മളുടെ ദേവിയുടെ ശ്രീകോവിലുള്ളത്. പ്രധാന ദേവത ശ്രീ ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രമാണത്. അപ്പോൾ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഇവിടെയാണ് അയ്യപ്പൻ്റെ ചെറിയൊരു കോവിലുള്ളത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇതിലാണെങ്കിൽ പാറയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് പോരണം. വഴുക്കൽ ചെറിയ രീതിയിൽ വഴുക്കലുണ്ട്. ആളുകൾ ഇങ്ങനെ വന്ന് പോകുമ്പോൾ ഇത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഇവിടെ കണ്ടോ നല്ല പച്ചയായിട്ട് കിടക്കും. ഇപ്പം മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് എല്ലാം കിളിർക്കുന്ന സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പാറയ്ക്ക് ചുറ്റുമുള്ള ഇത്രയും ഏരിയയിൽ കുറച്ച് മുമ്പ് ഞാൻ തൊഴുന്ന സമയത്തൊക്കെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് അയ്യപ്പൻ. നമുക്ക് അയ്യപ്പനെ തൊഴുതിട്ട് പോവാം. ഇവിടെ നല്ലൊരു ആലുണ്ട്. അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ അവിടെ നിന്ന് ഒരു ആലുണ്ട്. അപ്പോൾ ആലിനെ വലം വെച്ചിട്ട് വേണം നമുക്ക് പോവാം. അങ്ങനെ അജ് വേക്കിലുണ്ട്, വേഗം വായോ. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തികച്ചും ഒരു ഫോറസ്റ്റ് വൈബ് നമുക്ക് ഫീൽ ആവും കേട്ടോ. ഈ ഒരു പാറ ഉണ്ടല്ലോ, ഇവിടെ ഒരു പാറ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നിലമ്പൂർ ടു ഷൊർണൂർ റെയിൽവേ ലൈന് പോകുന്നത്. നമുക്ക് മേലിന് ശരിക്കും കാണാം. ട്രെയിന് പോകുമ്പോഴേക്ക് അവിടെ എത്തണം. ആദ്യം ട്രെയിന് കാണാൻ വന്നതാണ് പോലെ അല്ലേ. അത് മിസ്സാകാൻ വേണ്ടി പറ്റില്ല. പിന്നെ മുമ്പൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ മണികളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയത് കിടക്കട്ടെ. പാറയാണെന്ന് കരുതി വെള്ളമില്ലാത്ത കേസൊന്നുമില്ല കേട്ടോ. കണ്ടോ ഒരു കൊണ്ട് ആളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയാണ് പ്രധാന ശ്രീകോവിലിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇരിക്കണ്ട ഇവിടെ ഇതിൻ്റെ ഒക്കത്ത് കയറിയേക്കണേ. ആ കയറ്റം കൂടി കയറി പോന്നത്തിന് ഗതച്ചു അല്ലേ. ഇവിടെ പുറത്ത് തൊഴാണ്ട് അവരും കൂടി തൊഴട്ടെ. അവിടെ ഉപ്പുമാവുണ്ട്, ഉപ്പുമാവും ചായയും ബിൽക്കും വേണ്ടാൻ പോലെ ഉപ്പുമാവും ചായയും. തവളപ്പൊട്ടന്മാരുണ്ട്, തവളപ്പൊട്ടന്മാർ അതിൽ തന്നെ. ആദ്യമൊക്കെ ഞങ്ങൾ ക്ഷേത്രത്തേക്ക് വരുമ്പോഴേ ഇതാക്കണം. ഇതിലൊക്കെ ഉണ്ട്, ഇതിൽ കൂത്താടിയാളും ഉണ്ടോ നോക്കിക്കോ. അതൊക്കെ കണ്ടോ. ആദ്യമൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് വരുമ്പോൾ 2.5 ആവില്ല കേട്ടോ, 3 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് റോഡ് മാർഗ്ഗം വരുമ്പോൾ 5 കിലോമീറ്റർ ആണ്. ഏതാണ്ട് നമ്മളുടെ വീട് കിടക്കണതുകൊണ്ട് അവിടെയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള സൽഫിയ കോളേജ്. അതവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ അപ്പുറത്ത് ചെറിയ രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. 20 അൾട്രയൊക്കെയാണ് നമുക്കൊന്ന് സൂം ചെയ്യുന്നത്. ഇപ്പോൾ അതല്ലല്ലോ, ഗോപ്രമാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നടന്നു വരുവാണെങ്കിൽ ഇങ്ങനെ വന്ന് ഈ റെയിൽ ഇതിലതാ നിലമ്പൂർ ടു ഷൊർണൂർ റെയിൽവേ പോകുന്നുണ്ട്. റെയിൽ പാളതാ പോകുന്നു. അതങ്ങനെ പോകും. ഈ ഒരു റെയിൽവേ ലൈനിന് ഈ ഒരു പാറൻ്റെ, അതായത് വാണിയമ്പലം കിടക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നത് അവിടെയാണ്. അവിടുന്ന് ശരിക്കും ട്രാക്ക് പോകേണ്ടിരുന്നത് ഇങ്ങനെ ഇതിൽ തന്നെ പാറമ്മ കൂടെ ആയിരുന്നു. പാറ പൊട്ടിച്ചാണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോകാൻ വേണ്ടി പാറേൻ്റെ ഒരു തടസ്സം ഉണ്ടായതുകൊണ്ട് ഇവിടുന്ന് ട്രാക്ക് ചെറിയ രീതിയിലൊന്ന് ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. ആ ഒരു ടൈമിലേറ്റ് പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തോ നോക്കിയിരുന്നു. പക്ഷേങ്കിൽ പാറയിൽ നിറച്ച് വെള്ളമാണെന്നാണ് അന്നത്തെ എൻജിനീയേഴ്സോ ആരൊക്കെ അവർ മനസ്സിലാക്കിയെടുത്തത്. അതുകൊണ്ട് പാറ പൊട്ടിക്കാൻ വേണ്ടി പറ്റിയില്ല അല്ലേ. ജാല ഗണപതി ഹോമം ചെയ്തതിൻ്റെ പ്രസാദർത്ത ഞാനും അതിൽ തിന്നട്ടെ അല്ലേ. തേങ്ങ ശർക്കരയൊക്കെ ഇട്ടിട്ടേ. പായസം വന്നില്ല, പായസം വേണ്ട, പായസം ആകെ എത്തിക്കൂടാവും. അപ്പോൾ അന്ന് ഞങ്ങൾ വന്നിട്ട്, അതായത് ഇതിൽ ട്രാക്കുമ്പോൾ എത്തും. പിന്നെ ട്രാക്കിൻ്റെ അവിടെ നിന്ന് അങ്ങനെ പോയി ഈ പാറൻ്റെ താഴത്ത് കൂടെ കയറി വരണമായിരുന്നു. ഇപ്പോഴാണ് ഇവിടേക്ക് ഈ റോഡ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അധികം വർഷമൊന്നും ആയില്ല. എൻ്റെ ഒരു ഓർമ്മയിൽ 10-15 വർഷം ഒക്കെ ഉണ്ടാവുള്ളൂ. അതിന് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ റോഡ് പിന്നെ ഇവിടെ വരെ വരും. പ്രായ ആളുകൾക്കൊക്കെ കയറാൻ സുഖമാണ്. മറ്റേ പ്രായ ആളുകളെല്ലാവരും ഇതുവഴി വരണമായിരുന്നു. നാളികേരമാണത്, നാളികേരം അവിടെ കുത്തുന്നത്. ഇത് അവല്, നാളികേരം, പഴം, ശർക്കര ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന മലരുണ്ട് ഉണ്ടാക്കുന്നൊരു പ്രസാദമാണ്. ആ ഉപ്പുമാവും ചായ ഉണ്ട്. ഉപ്പുമാവും ചായ വേണ്ടേ? ഞാൻ എന്താ വേണ്ടത്? അത് മതിയോ? ചായ കുടിച്ചാൽ ഐസ്കാരമില്ല, പ്രസാദമല്ല അല്ലേ. അപ്പോൾ മുമ്പ് വാണിയമ്പലത്ത് ഇപ്പോൾ ഒരു 10-50 വയസ്സായ ആളുകളുടെ കുട്ടിക്കാലത്ത് ഈ പാറമ്മൽ ഇതുപോലെ ക്ഷേത്രം കാര്യങ്ങളൊന്നുമില്ല. അന്നൊരു തറയായിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇപ്പോൾ കുടുംബക്ഷേത്രങ്ങളെ കാണാം, ഒരു തറ, അതുമ്പോൾ നമ്മുടെ ഒരു പ്രതിഷ്ഠ ഉണ്ടാവും. അങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പാറ ആയതുകൊണ്ട് തന്നെ കാട് മൂടി കിടക്കുക എന്നുള്ള വലിയ സീനൊന്നുമില്ല. ഇതിലേക്ക് ഇങ്ങനെ അത്യാവശ്യം കാടുകളുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള കാടൊന്നുമില്ലായിരുന്നു. ഇതുപോലത്തെ ചെറുപുല്ലുകളാണ് കൂടുതലായിട്ട് പാറയ്ക്ക് മേഖല കാണുന്നത്. അപ്പോൾ അന്നും തന്നെ അവർ ആടിനെ നോക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട്
മേലേക്ക് വരുമ്പോൾ മേലെ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിലായിട്ട് ഒരു കിണറും കൂടി ഉണ്ട്, വറ്റാത്തൊരു കിണറാണ്. അപ്പോൾ അതിൽ നിന്നായിരുന്നു നിവേദ്യത്തിനൊക്കെ ആയിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്നാണ്. അന്ന് അതൊന്നുമില്ല. അന്ന് ആ ഒരു കിണറിൽ, ഈ തറയ്ക്കടുത്തൊരു കിണർ, ആ കിണറിൽ ഒരു വേനൽക്കാലമായി കഴിഞ്ഞാൽ പച്ച കളർ വെള്ളമായിരിക്കും. ഏത് വേനലിലും അതിൽ വെള്ളം ഉണ്ടാവും. അതിലാരും അധികം ഇറങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ ആയ എത്രത്തോളം ഉണ്ടെന്ന് അധികം ആർക്കും അറിയില്ല. ഏത് വേനലിലും അതിൽ വെള്ളം ഉണ്ടാവും. അന്ന് വിശ്വാസപ്രകാരം ആളുകൾ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ, അതായത് ഇതുവഴിയൊക്കെ ഇങ്ങനെ പാസ്സാകുമ്പോൾ അതിലേക്ക് നാണയങ്ങളൊക്കെ ഇടുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വീട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ദൂരത്താണുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ നാട്. അപ്പോൾ അവിടുത്തെ ഈ ഒരു ഏരിയയിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചുകൂടി 1 കിലോമീറ്റർ ഇങ്ങോട്ട് ഈ ഒരു ഏരിയയിലുള്ള ആളുകളൊക്കെ ഇവിടെ വാണിയമ്പലം ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത്. അതായത് ഇപ്പോൾ ഒരു 10-50 വയസ്സുള്ള ആളുകളെ ഞാൻ പറയണേ. അപ്പോൾ അവരൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതുവഴി ഇങ്ങനെ പോവാം. സ്കൂൾ വിട്ട് വരുമ്പോൾ ഒന്ന് പാറമൊക്കെ കയറിയിട്ട് ആ പറയുന്ന കുളത്തിൽ നിന്ന് 2-3 നാണയങ്ങളൊക്കെ എടുത്ത് മിഠായിയൊക്കെ വാങ്ങി, അത് 10-40 വർഷം മുന്നത്തെ, അല്ലെങ്കിൽ ഒരു 30-35 വർഷം മുന്നത്തെ കഥയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്ന ക്ഷേത്രം പിന്നീട് ക്ഷേത്ര കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഭക്തർ ക്ഷേത്രം നിർമ്മിച്ച് ഇപ്പോൾ ക്ഷേത്രം വീണ്ടും 2ാമത് പുതുക്കി പണിയുന്ന ഒരു ടൈമാണ്. അതല്ല ചരിത്രം പറഞ്ഞൊന്നല്ല, ഇതിൻ്റെ കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. ഞാൻ ചിന്നൊക്കെ കുറേ പ്രണയിച്ചാണ് നിൽക്കണതില്ലേ. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ വന്ന് കുത്തിരിക്കും. എന്നിട്ട് നമ്മളാരെയും കാണാനൊന്നും പാടില്ലല്ലോ, നാട്ടത്തോരും ഉണ്ടാവും. അപ്പോൾ ഒരാരും കാണാൻ വേണ്ടി വരില്ല. അന്ന് ഓളെ ഫ്രണ്ട്സായിട്ട് വരും, ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് വരും. അത് തുടക്കത്തിലൊക്കെ അങ്ങനെ, പിന്നെ ഫ്രണ്ട്സൊന്നും വേണ്ട, ഞാൻ ബൈക്കായിട്ട് ചെല്ലും, ഓള് വരും, ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് വരലുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കും, ഈ ഒരു പ്രകൃതി ആസ്വദിക്കും. അതിനുശേഷം തിരിച്ചു പോകും. പോവാ ഇന്നിപ്പോൾ ഞങ്ങളുടെ കുട്ടിയുണ്ട്. പോലെ കുട്ടിയെ എന്നാ പോലെ ഒരു ട്രെയിൻ പോട്ടെ കേട്ടോ. ഒരു ട്രെയിൻ ഇപ്പോൾ എപ്പോഴാണ് 8:40 തോന്നുന്നു ഒരു ട്രെയിൻ വരുന്നുണ്ട്. ആ ട്രെയിൻ പോകുമ്പോൾ നല്ലൊരു വ്യൂ അവിടെ നിന്ന് ഇങ്ങനെ ഓക്കൊരു ട്രെയിൻ കാണാനല്ലേ. ആയിക്കോട്ടെ, ട്രെയിൻ കണ്ടിട്ട് പോട്ടോ. അതായത് ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കണ്. ഇപ്പോഴും ആളുകൾ ട്രെയിൻ കാണാത്ത ആളുകളൊന്നും എല്ലാവരും, പക്ഷേ എന്നാലും ഇതിൻ്റെ മേലെ കൂടെ ഇതിലാ പോകുന്നത്. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി എല്ലാവരും തയ്യാറായിട്ട് നിൽക്കും. ഇതിലെപ്പോൾ പാസ്സാവും നോക്കാം, നോക്കിക്കോട്ടെ. പോടെ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് കാടിന് വലിയതല്ലേ, വലിയതാണേ, വലുതാണ്. അപ്പോൾ നിലമ്പൂർ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങ് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയാൽ നിലമ്പൂരാ. നമുക്കൊരു സംഭവം ഉണ്ടേ, പല ട്രെയിനിൽ കയറ്റിയിട്ടില്ല. വൈകാതെ ഒരു ദിവസം ഇവിടുന്ന് നിലമ്പൂർ വരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു സിനിമയും കണ്ട് വേറെ ട്രെയിൻ ഇങ്ങോട്ട് പോരാ. വേണ്ടോ? അയ്യോ എന്ത് ഇജെന്താ പറഞ്ഞപ്പോ? കുറച്ച് ദിവസം കഴിഞ്ഞാ ട്രെയിന് പോകുന്നോള് പറയല്ല. എന്നാ പോവാ നമ്മള്, ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ ഇനി നേരം വേഗണ്ട, സ്റ്റാൻഡിലേക്കും പോകണം. ഞാൻ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസ് വഴുക്കലുണ്ട് കേട്ടോ, ശ്രദ്ധിക്ക്. എല്ലാം കയറി ഇങ്ങനെ പോയിക്കോളി. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഭക്തർ കൂടി, അതുപോലെ തന്നെ പ്രദേശവാസികളെല്ലാവരും ചേർന്നിട്ട് പിന്നീട് ക്ഷേത്രം, ശ്രീകോവിൽ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു, ക്ഷേത്രം നിർമ്മിച്ചു. അതിനുശേഷം പിന്നെ 2ാമത് ക്ഷേത്രം പൊളിച്ച് പണിയുകയാണ്. അതും തന്നെ ക്ഷേത്ര കമ്മിറ്റി തന്നെയാണ് ഇതും നിർമ്മിക്കുന്നത്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങണം, ഉപ്പുമാവും ചായയും വേണ്ടല്ലേ. അപ്പോൾ ഇതും ശ്രദ്ധിക്കുക, ഞങ്ങൾ ഇറങ്ങണം. അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട്. ഞായറാഴ്ച പൊതുവേ തിരക്കുണ്ടാവും ഇവിടെ. അപ്പോൾ അത്യാവശ്യം ആളുകളുണ്ട്. ഞങ്ങൾ ഇറങ്ങണം പോലെ. പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഞങ്ങൾ അല്ലേ. വന്നപ്പോൾ വണ്ടി കയറുക പോണ്ട, ഓട്ടോറിക്ഷ തന്നെ തരണ കയറും. നമ്മളെ വണ്ടി തന്നെ കയറി കേട്ടോ. വേറെ വണ്ടി കയറി വേറെ വീട്ടിൽ കൊണ്ടുവരും. കയറിയിട്ട് മെയിൻ വാണിയമ്പലം മണ്ടൂർ. എവിടുന്നാ ചായ കുടിക്കണേ? വീട്ടിൽ നിന്നാ? ഹോട്ടലോ? എന്താ വേണ്ടേ? പൊറാട്ട തിന്നോ? ഓരോ ഹോട്ടലിൽ കയറണം. അവിടെ പോണ വഴിക്കാതെ ഒരു ഹോട്ടലുണ്ടെങ്കിൽ അങ്ങനെ കയറാം, അല്ലാന്നാണെങ്കിൽ വണ്ടൂരിൽ നിന്ന് കയറാം. നോക്കട്ടെ, ചിലപ്പോൾ പറയാൻ വണ്ടൂർ
ഇതന്നെ പോരെ നമുക്ക് രണ്ടാക്കൊന്നു പോരെ മസാല ദോശ മസാല ദോശ ചായ ഉണ്ട് തിന്ന് നോക്ക് ഇതിനുള്ളിൽ എന്താ മസാല അല്ലേ ഞാൻ എടുത്തിട്ട് കണ്ടോ ചട്നിയൊക്കെ ഉണ്ട് സാമ്പാറുണ്ട് കയ്യോടെ മസാല എന്താ അവസ്ഥ അറിയില്ല ചട്നിക്കറി ഉണ്ട് സാമ്പാറുണ്ട് എത്തുന്നില്ലേ കസാര വലുതാണ് ചെറുതാണ് ചായ കുടിച്ചു ഞങ്ങൾ ഒരു 2 ലോട്ടറി എടുത്തു ഓരോന്നല്ല ഒരു രണ്ടാളും ലോട്ടറി കിട്ടും അല്ലേ ഇതിലിപ്പോൾ ഏതാ ആര് എടുത്തത് ഇതാണ് 1641 ഇതെടുത്തത് 1639 കേട്ടോ ഭാഗ്യശാലികൾ നിങ്ങൾ ലക്ഷപ്രഭുകളായ നമ്മളെ മറക്കോ ഇന്നെ മറക്കോ വലിയ രക്ഷപ്പെടോ വേറെ പോവാണ് ചായ കുടിക്കാനോട്ടോ ചായ കുടിച്ചു പോലെതാ ഓളൊരു മസാല ദോശ ഒന്നും തിന്നില്ല എന്താ എനിക്ക് ഇഷ്ടമായില്ലല്ലേ വട ഇഷ്ടമായോ വട ഇഷ്ടമായില്ല ഒന്നും ഇഷ്ടമായില്ല എന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായി തിന്നാലേ അതും വേണ്ടേ തിന്നെ വേണ്ടേ വെരി ഗുഡ് പോയോട്ടെ സൂര്യൻ്റെ ഇവിടെ സൂര്യണ്ട് ഇതാക്കട് കണ്ടോളി മുട്ടായി തിന്നിട്ട് എങ്ങനെ ഹായ് കൊടുക്ക എങ്ങനെ ടാറ്റ ടാറ്റല്ല വീട്ടിൽ എത്തി ഫോട്ടോ എടുക്കാന് ടാറ്റ തന്നു ഒന്നുകൂടി കൊടുക്ക ടാറ്റ നമ്മളെ ഫോട്ടോ എടുക്കാനോ എന്താ കാട്ടണ്ടേ പറയ് കൊച്ചനോട് പറയേ വിളിച്ചോല്ലേ എന്താ വിളിച്ചാത്തേ ഇന്ന് ബാലേട്ടന്റെ ഭാഗ്യമുണ്ട് ഒരു സാധനം അല്ലേ ബാക്കിയല്ലേ അതായത് മുത്തൂറ്റിന്റെ അല്ല അല്ലേ അയ്യോ കൊള്ളാം ഇത് നല്ല തുണിയാണതേ നല്ല തുണിയാണ് വല്ല പരസ്യം കുറച്ച് കൂടുതലായി പോയി തന്നെ ഉള്ളൂ പരസ്യം പിന്നെ ഇത് നിങ്ങൾക്ക് സൈസ് ഉണ്ടാവില്ല ഇത് എൻ്റെ എനിക്ക് പാകയിക്കാരം മസിലുള്ള ആളായത് നമ്മൾ പിന്നെ മസിലൊക്കെ പാകത്തിന് ഇങ്ങനെ നിർത്തിയേക്കണ ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കാക്കിയാണ് ചന്ദ്രേട്ടന് കൊടുത്തത് അപ്പോൾ എന്നോട് വേണോ ചോദിച്ചു അപ്പോൾ ഇത് വെറുതെ അവിടെ കിടക്കണം അപ്പോൾ ഞാനിത് വാങ്ങിയേക്കണം എൻ്റെ കാക്കിയാണെങ്കിൽ ചന്ദ്രേട്ടന് കൊടുത്തതിന് ശേഷം പിന്നെ നാശമായി പോയി എനിക്ക് പാകമാകുമെന്ന് അറിയില്ല 40 അല്ല ഞാൻ 40 എനിക്ക് ലൂസാവാം എല്ലാവരും നോക്കണ്ട നാളെ നിട്ടോക്കാം കുഴപ്പമില്ല ക്ലോത്തൊക്കെ അല്ല ക്ലോത്താണ് പിന്നെ മുത്തൂറ്റിൻ്റെ വലിയൊരു പരസ്യം അവർ ഇതിന് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും കൊടുക്കും അവർ സ്പോൺസർ ചെയ്ത് ഇറക്കണം പക്ഷേങ്കിൽ ഇത്രയും വലിയ പരസ്യമൊന്നും അവർ കാക്കിമ്മൽ അങ്ങനെ തരാറില്ലേ എന്ന് കരുതി അവരെ മോശം പറയല്ല പക്ഷെ അവരുടെ പരസ്യം അവരൊന്ന് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ഇവിടെ പോക്കറ്റുമ്മലോ അങ്ങനെ എങ്ങനെയൊക്കെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മൈജിൻ്റെ ടീഷർട്ടുകൾ ടൗണിലുണ്ട് കാക്കി അല്ലാതെ മറ്റുള്ള ഇപ്പോൾ എന്താ പറയുക ലോഡിങ് തൊഴിലാളികളൊക്കെ അല്ലേ അവരുടെയൊക്കെ അതൊക്കെ ഒരു എന്താ പറയുക ഒരു പാകത്തിനായിരിക്കും അത് കാണുമ്പോൾ വലിയ വൃത്തികേടില്ലാത്ത മാതിരി തോന്നും ഇതിപ്പോൾ വൃത്തികേടാണ് നല്ല ഞാൻ പറയണേ ഇത് കുറച്ച് വലുതായിട്ട് ബാക്കിൽ ഇങ്ങനെ കാണും നമ്മൾ മുത്തൂറ്റിൻ്റെ പ്ലെയറാണ് പിന്നെ മുത്തൂറ്റിൻ്റെ കളിക്കാരനാണ് ഏതായാലും ഓക്കെ കുഴപ്പമില്ല പാപ്പച്ചൻ അടിപൊളി പിന്നെ ഞാൻ അങ്ങാടിയിലാട്ടോ ഞാൻ നേരെ വീട്ടിലിരിക്കുവാണ് അപ്പോൾ 10 മണിയാകാനായി 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 10 മണിയാകും ചായയൊക്കെ നമ്മൾ കുടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വീഡിയോ ഒന്ന് കോപ്പി ചെയ്യണ്ടേ ആ കോപ്പി ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു ഫോൺ ട്രിപ്പ് വന്നത് അപ്പോൾ പിന്നെ ആ വീഡിയോ കോപ്പി ചെയ്യൽ കാര്യങ്ങളൊക്കെ ഞാൻ നേരെ ഇറങ്ങി ഏറ്റവും ബാക്കത്തെ വണ്ടിയാണ് ഒരു 10, 11, 12ാമത്തെ വണ്ടി 12th മാൻ ഇന്ന് കാക്കിയില്ല ഇന്ന് കല്യാണം ഉണ്ട് അപ്പോൾ പിന്നെ കാക്കി ഇടുന്നില്ല അപ്പോൾ കല്യാണത്തിന് കൂടി ഇവിടെ നിന്ന് പോകാൻ നേരം ഇവിടെ തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിലാണ് കല്യാണം ഈ 2 കാക്കിനെ എടുത്തേക്കട്ടോ ചെങ്ങന്മാരെ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ നമുക്ക് നമ്മൾ ഏതാണ്ട് 9:45 റേഞ്ചിലൊക്കെ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ട്രിപ്പ് കിട്ടുന്നത് 11 മണിക്കാണ് ഇപ്പോൾ 11:05 അത് ചെറിയ ലോക്കലായിരുന്നു ലോക്കൽ ഇറക്കിയിട്ട് ഞാൻ അങ്ങനെ ഇനി വണ്ടൂരിലേക്ക് തന്നെ പോവുകയാണ് സ്റ്റാൻഡിലേക്ക് തന്നെ
എന്താ പറയാ, ഓട്ടം ഞായറാഴ്ച അല്ലേ, ഞായറാഴ്ച ലക്കിന്റെ ദിവസമാണ് ശരിക്കും ഞായറാഴ്ച ഫോൺ ട്രിപ്പുകളൊക്കെ കൂടുതൽ കിട്ടുന്ന ദിവസമാണ് ഞായറാഴ്ച. പക്ഷേ ഈ നേരം വരെ എനിക്ക് ഒരൊറ്റ ഫോൺ ട്രിപ്പ് വന്നിട്ടുള്ളൂ. ഒരൊറ്റ ലക്ക് പോലും കിട്ടിയിട്ടില്ല. ചില ദിവസം ചില ഞായറാഴ്ച കട്ടപ്പുകയും കാരണം ആ കട്ടപ്പുകയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഞായറാഴ്ച തോന്നിക്കും. ഉണ്ടോ? ഇല്ല. അത് ഞാൻ ബസ്സിനാണാവോ, ഞാനൊന്ന് ചവിട്ടി നോക്കി. പക്ഷേ എങ്കിലൊരു അവിടെ തന്നെ നിൽക്കണം. അപ്പം ലൈനിലെത്തി നമ്മളുടെ വീഡിയോ കാണുന്ന കുവൈറ്റിൽ നിന്നും രഞ്ജിത്ത് കായംകുളം, ആഷിഖ് വയനാട്, ജംനാസ് അബ്ദുള്ള ഖത്തറിൽ നിന്നും, ജസീറിൻ്റെ ഒപ്പം വേറെ എന്തൊക്കെയോ ഒന്നുകൂടി ഉണ്ടായി, ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി മറന്നു. പിന്നെ ഇമിൻ അബേക്ക് എന്ന് പറയുന്ന ഒരു മോനും എൻ്റെ നല്ലൊരു ഹായ് ഉണ്ട്. അവരൊക്കെ പേര് പറയാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫൈലിൽ നിന്നും എന്നോട് പേര് പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പേര് ചോദിച്ചിട്ട് അദ്ദേഹം പേരെന്താണെന്ന് പറഞ്ഞില്ല. ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ മതിയായിരിക്കാം എന്ന് ചോദിച്ചിട്ടാവാം ട്രാവൽ ബ്ലോഗ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നത്തെ പെടേണ്ട അവസ്ഥ നോക്കാം. ഇവിടെ ഇരിക്കുന്നുണ്ട്. പോരാ, മോശമാണ്. ഈ നേരമാകുമ്പോഴേക്ക് തന്നെ അറിയിപ്പോൾ അതെ 11:45 കഴിഞ്ഞു. 11:50 കേട്ടോ. ഫസ്റ്റ് ഗ്യാപ്പിലുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ കഥ? 11:45 കഴിഞ്ഞു. നേരത്തെ 11 മണി 3/4 മണിക്കൂറായി സ്റ്റാൻഡിൽ കയറിയിട്ട്. അപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഞാൻ ഉച്ചവരെ നോക്കിയിട്ടേ ഓട്ടമില്ലാന്നാണെങ്കിൽ ചെറുതായിട്ട് ചൂണ്ടയിടണം കരുതുന്നു. കുറേ ദിവസമായി. ഒരു ദിവസം ലീവൊക്കെ എടുക്കണ്ടേ? ഫുൾ ടൈം അല്ലല്ലോ, കുറച്ച് നേരമല്ലേ. ഉച്ചവരെ നമ്മൾ ഓടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നോക്കാം. ഒരു 4 മണിക്ക് ശേഷമൊക്കെ 50 രൂപയുടെ ആയിരുന്നു. അത് കൊണ്ടുവന്ന് ഇറക്കി. ഇപ്പം സമയം 12:05 ആയിട്ടുണ്ട്. നാട്ടില് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നാട്ടിലെ കല്യാണത്തിന് പോയാലോ? നാട്ടിലല്ല കല്യാണം ഉള്ളത് ഓഡിറ്റോറിയത്തിലാണ്. ഓഡിറ്റോറിയത്തിലേക്ക് പോയാലോ എന്ന് വരുന്നുണ്ട്. 12:05 ആയിട്ടുള്ളൂ. ഭക്ഷണം കൊടുക്കൽ തുടങ്ങി അറിയില്ല. ഞാൻ ഭക്ഷണം കഴിക്കുക പോരുക എന്നുള്ള മൈൻഡാണ് എനിക്ക് ഉള്ളത്. ഏതായാലും ഞാൻ നാട്ടിലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചോട്ടെ, അവരൊക്കെ പോയെന്താ അറിയില്ല. അപ്പോൾ അവിടെ കല്യാണം കൂടിയിട്ട് വീട്ടിലൊന്നുമില്ലേ, ചെക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ അവിടെ പോയി കല്യാണം കൂടി തിരിച്ചു വരാം. എന്നിട്ട് സ്റ്റാൻഡിൽ നിൽക്കുക. അത് നോക്കട്ടെ. ചെങ്ങന്മാരെ കല്യാണം കൂടിയിട്ടോ. നല്ല അടിച്ച പൊളിച്ച ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി തിന്ന് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് ഉണ്ട് എടുക്കാം. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് ഇവിടേക്ക് കല്യാണത്തിന് പോരാനാണ്. അപ്പോൾ അവരെടുക്കാൻ വേണ്ടി പോകാം. സ്റ്റാൻഡിൽ വെച്ചില്ല, വെക്കണമെങ്കിൽ മൈക്കൊക്കെ വെക്കണം, ടൈമില്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ ഏതാണ്ട് 8 വണ്ടി ഉണ്ട് ഞങ്ങൾ. അതിൽ ഇപ്പോൾ എൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 5ാമത്തെ റാങ്കിങ്ങാണ്. 8ൽ 5ാമത്തെ വണ്ടിൻ്റെ റാങ്കിങ്. ഇതിൽ 2ാമത്തെ 3ാമത്തെയൊക്കെ റാങ്കിലായിരുന്നു നമ്മൾ യാത്ര പോകുന്നതിൻ്റെയൊക്കെ മുമ്പ് ഒരു ഓട്ടോ വെച്ച് നടന്ന സമയത്ത്. ഇപ്പോൾ ഒന്നുമില്ലാതെ നിൽക്കുന്ന 8ാമത്തെ റാങ്കിൽ നിന്ന് ഞാൻ 5ാമത്തെ റാങ്കിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് കല്യാണത്തിനാകെ ഒരൊറ്റ ട്രിപ്പാണ് കിട്ടിയത്. എല്ലാവർക്കും കല്യാണം ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഏതായാലും ഇതുമായി തിരിഞ്ഞ നാട്ടിലെത്തും. ചെങ്ങന്മാരെ ഞാൻ ആ ട്രിപ്പ് കഴിഞ്ഞ് കല്യാണത്തിന് ടീമിനെ കൊണ്ടുവിട്ട് വീണ്ടും ലൈനിലേക്ക് എത്തി വീണ്ടും ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഒരു ടീമിനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സമയം 1 മണി. പിന്നെ ഒരു അരമണിക്കൂർ വീട്ടിലിരുന്നിട്ട് ഓടാൻ വേണമെങ്കിൽ പോവാം എന്ന് കരുതിയിട്ട് നിൽക്കുവാണ്. വീട്ടിലേക്കൊന്ന് പോയി നോക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ തന്നെ അല്ലേ, കാലം വിളിക്കുകയാണെങ്കിൽ അങ്ങനെ ഇറങ്ങി. ചോറുന്നോ? കഞ്ഞി കുടിച്ചോ? അവള് കഞ്ഞി കുടിച്ചും പോലെ. ഇവിടെ വേറെ ഒരുത്തിയുണ്ട്. ഒരുത്തി കള്ളിക്കാട്ടിലെ മുള്ളു ചെടി പോലെ ഒരുത്തി. ഇത് സൂര്യ, ഇത് ആര്യയും സൂര്യയാണ്. ഇത് ചിന്നുവിൻ്റെ നേരെ ഏട്ടത്തിൻ്റെ കുട്ടിയാണ്. അതായത് ഓളെ ഏട്ടത്തിനാണ് എൻ്റെ ജ്യേഷ്ഠൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് എവിടുന്നേലൊക്കെ ഒരു കല്ല് കിട്ടണം. കല്ല് വെച്ചിട്ടില്ല കേട്ടോ, ഞങ്ങൾ വല്ലാതെ ചാടി കളിച്ചില്ലേ വണ്ടിന്ന്. ഓക്കെ, സെറ്റ്. എന്നാ വരിക, ഇറങ്ങി. ആ ചാവി പൂട്ടി ഓഫാക്കാൻ വയ്ക്കും എനിക്ക്. അങ്ങനെ എടുക്കല്ല, അങ്ങനെ എടുത്തിട്ടാണത്. ഇതിങ്ങനെ കാട്ടണം ഉണ്ടോ, എന്നിട്ടാണ് എടുക്കുക. മനസ്സിലായോ? ഓക്കെ, ഇനി പേക്കരുത്. ഇറങ്ങും. പോട്ടെ, വീട്ടിൽ പോട്ടെ രണ്ടാളും. ഒന്നും എടുക്കണ്ട, അങ്ങോട്ട് കപ്പിയാണ് ചീച്ചി. കോഴിക്കാട്ട പോട്ടെ. ചെങ്ങന്മാരെ സമയം
2 മണി കറക്റ്റാണ്. ഭക്ഷണം കഴിക്കൽ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് കരുതി വന്നതാണ്. റെസ്റ്റ് കഴിഞ്ഞു. ഇനി നേരെ അങ്ങാടി പിടിക്കുക, എന്തേലും ചില്ലറക്ക് ഓട്ടല്ലെങ്കിൽ ഓട്ടം മോശമാണെങ്കിൽ ചിലപ്പോൾ ചൂണ്ടൽ പരിപാടി കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് കരുതുന്നുണ്ട്. ഓട്ടല്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, ഓട്ടുണ്ട് എന്ന് നമ്മൾക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓടുക. ചെങ്ങന്മാരെ ലൈനിലേക്ക് വന്നു. ഒരു 2:30 കിട്ടിയിട്ടുണ്ടോ ട്രിപ്പ് കഴിഞ്ഞിട്ട് തന്നെ 2:30 ആയിക്കണം. എവിടെ പൈസ? 30 റുപ്യൻ്റെ നാട്ടിലെ പീഡിയ കച്ചവടം നടത്തണ കോയക്കായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. കോയക്ക എന്നെ കൊണ്ടുവന്നു വിട്ടു. പിന്നെ പാലത്തിന്റെ ചെക്കന്മാര് ഞായറാഴ്ച പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, കുറെ പേരുണ്ട് പാലത്തിങ്ങ, പലതരം പ്ലാനായിട്ട് ഞായറാഴ്ച വൈബിലാണ്. അപ്പൊ അവിടെ കുറച്ചേരം ഇരുന്നു. ഓലെ ഇടയിലൊന്ന് ഇരിക്കുന്ന ആ ഒരു സുഖമുണ്ട്, ചെക്കന്മാരുടെ ഇടയിൽ ഇരിക്കുന്ന ആ ഒരു കളിഞ്ചിരി കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് കുറച്ചേരം എടുത്ത് നമ്മളെ കയ്യിലുള്ള കുറച്ച് അങ്ങോട്ടും കൊടുത്ത് വീണ്ടും അങ്ങാടി ഓല വൈബിന് ഓല് തിരിയും. ഞാൻ എന്റെ വൈബ് ഇതാണ്, അതിന്റെ വൈബിന് തിരിയാൻ വേണ്ടി പോവാണ്. ചെങ്ങന്മാരെ ആരറിയങ്ങള് ഒരു ഇരുട്ടത്തിങ്ങൾ തന്നെ കണ്ടിരിക്കണം. നിഹാലാണ് നിഹാലിനെ നമ്മളെ നല്ലൊരു പ്രേക്ഷകനാണ്. എൻ്റെ എല്ലാ വീഡിയോയും കാണും. അത് മാത്രമല്ല, ഓനവൻ്റെ കുടുംബക്കാരും കൂട്ടക്കാരും അവൻ്റെ ചെങ്ങന്മാർക്കും ഒക്കെ അയച്ചും കൊടുക്കും. ഓരയിലൊക്കെ കണ്ടില്ല ഇപ്പൊ അടിച്ചു അല്ലേ? എന്തിലൊക്കെ പറയൂ ചെയ്. ഇത് എവിടുന്ന വരുന്നേ? ഞാൻ കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇമ്മൻ്റെ അവിടെ പീടിയിലേക്ക് വേണം. അവൻ്റെ ഇമ്മാനെയും കൊണ്ട് നാട്ടിൽ കിടന്നു. ഓൻ്റെ ഇമ്മാനെ ഇവിടെ കൊണ്ട് നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അങ്ങാടി. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി നടത്തിയതാണ്. ഞാൻ ഈ ട്രിപ്പിന്റെ മുന്നേ ഒരു ലോക്കൽ കൂടി എടുത്തിട്ടുണ്ടോ, 30 റുപ്യ ട്രിപ്പ്. ഞാൻ ചായ കുടിക്കാണ്ട് അവിടെ നിർത്തിയാണ്. ബിരിയാണി കഴിച്ചിട്ട് ഒരു ഉച്ചാറ് കുറവ്, ഉറങ്ങാൻ വരുന്നത് പോലെ തോന്നാം. അതിന് ഓനെ കണ്ടപ്പോൾ ഓനെ കൂട്ടി, ഓനെ വെള്ളം വാങ്ങിക്കും. ഈ ഒരു ഞായറാഴ്ച പോലും ലൈനിൽ വണ്ടി ധാരാളമാണ്. അതിനുള്ള കാരണം എന്താ വെച്ചാല് ഓട്ടം തലേ ദിവസം ഓടുന്നില്ല. ഓടാത്തോണ്ടൊരു പരിപാടിക്കും പോവാതെ ഇവിടെ വന്ന് വെക്കുക. ചെങ്ങാരെ സമയം 5:30 ആയി. ഞാൻ 1-2 ലോക്കലുകൾ എടുത്തു. എന്നാലും വലിയൊരു ഓട്ടം പറയണ്ട. 5:30 ആയി. 5:30 ആയി. കണക്കല്ലെന്ന് ഞായറാഴ്ച ആളില്ലാത്തൊരു ഞായറാഴ്ചയാണ്. എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുക. വേറെ പ്രത്യേകിച്ച് പഠിക്കുന്ന ചൂടിടാനൊന്നും പോകണില്ല. സമയം കുറേ, പിന്നെ വെള്ളം കുറവാണ്. പൊട്ട് കഴിഞ്ഞാൽ മീനൊന്നും കിട്ടൂല. അല്ല ചെങ്ങന്മാരെ ട്രിപ്പ് കിട്ടിയത് നാട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ 5:55 ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ചായ ഒന്നും കിട്ടില്ല വല്ലാതെ. അപ്പോൾ പിന്നെ കുറച്ച് ചോറ് നല്ല വിശപ്പുണ്ട്. നേരത്തെ ഭക്ഷണം കഴിച്ചതല്ലേ. കാലുമ്പ് കടിച്ചല്ലേ, നല്ല വലിപ്പമുണ്ട് പറഞ്ഞാണ്ട്. ഇവിടെ വെച്ചാൽ മതി, ഈ സൈഡ് തന്നെ വെച്ചാൽ മതി. അവിടെ കൈ വിട്ട് അമ്മേ, അവിടെ അല്ല അടിക്ക. അങ്ങനെ തന്നെ. ശരിയുണ്ടോ? കുറച്ച് ചോറാട്ടെ വായിച്ചിട്ട്. അത് മാത്രമല്ല, ഞാൻ ഇനി ചിലപ്പോഴേ പോകുള്ളൂ. ഇതുമ്മ കുറച്ച് സീറ്റ് കാര്യങ്ങളൊക്കെ ഊരിയിടുക, അങ്ങനത്തെ പരിപാടിക്കണ്ട. ഏതായാലും ഓട്ടല്ല, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യാം. എന്താ കറി? പത്തലാണല്ലേ? പത്തലല്ലേ? പത്തമീനല്ലേ? കറി വെണ്ടക്ക. പത്തമീൻ പൊരിച്ചില്ല അപ്പോൾ അതല്ലേ ചോദിക്കണേ. പത്തലല്ലേ? കുറച്ച് കേട്ടോ, വളരെ കുറച്ച്. എന്നാൽ പിന്നെ ഞാനത് കഴിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ തന്നെ എത്തില്ല. എന്നാണെങ്കിൽ പോവുള്ളൂ, ഉറപ്പില്ല. നമ്മുടെ പഴയ ബെഡാണ്. അപ്പോൾ ഇതിന് ഒരുപാട് നെട്ടും ബോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്ലൈവുഡിന് ഉറപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതും ചെക്ക് ചെയ്യാം. ഇതുമത്തെ ഈ ഫ്രെയിം ഫുള്ളായിട്ട് കഴിച്ച്, അതായത് ഈ നെട്ടും ബോൾട്ടുകളും കംപ്ലീറ്റ് കഴിച്ച് ഇതിനെ ഒന്ന് എടുക്കണം. എന്നാലേ ഇപ്പോൾ ഇത് നമ്മളുടെ ആവശ്യത്തിൽ നടക്കില്ലെന്നറിയാം. ഇതിപ്പോൾ ഇങ്ങനെ മഴയത്ത് കിടക്കണം. ഇവിടെയൊക്കെ മഴ പെയ്ത് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പ്ലൈവുഡൊക്കെ പറ്റും അറിയില്ല. ഇത് പറ്റുന്നാണെങ്കിൽ ഇതുമ്മ തന്നെ കിടന്നാൽ മതി. ഇത് പക്ഷേ നന്നായിട്ട് നനഞ്ഞുണ്ട്, പറ്റുന്നറിയില്ല. എന്നാണെങ്കിൽ വേറെ വാങ്ങേണ്ടി വരും. ഇത് അത്ര കൊണ്ട് സ്ട്രോങ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊരാൾക്ക് കിടക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്രാവശ്യം ഈ സംഭവമൊന്നും ഉണ്ടാവില്ല. അതായത് അലുമിനിയത്തിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറും പ്ലൈവുഡ് മാത്രം
നിരത്തിക്കൊണ്ട് ബെഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് എൻ്റെ സ്വന്തം ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്ന ബെഡേക്കാൾ ഇവിടെ മൂലൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കയറുന്നത്. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഴിച്ചെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ ആയിരുന്നു നമ്മളുടെ കട്ടിൽ. ഇതിൻ്റെ ഒരു കാലമൊക്കെ പോയിട്ട് ഏത് ഭാഗത്തെ കാലായാല് ഇവിടുത്തെ കാല് പോയി. ഇനി എന്തായാലും പറ്റില്ല ഒന്ന് അലുമിനിയം ആണെങ്കിൽ തൂക്കി വെക്കാം. അല്ലാതാണെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം വീട്ടിലെടുക്കുകയാണെങ്കിൽ അലുമിനിയം കൊണ്ട് എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കാം. ഈ ജാഗ്രതയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. എന്ത് ബെഞ്ചാക്കാനോ? അതിന് അങ്ങനെ കാല് കൊടുത്തിട്ടില്ലേ, അതിന് വേറെ കാല് വെക്കണ്ടേ. അമ്മയാണത് സിറ്റ് ഔട്ടൊക്കെ ഒരു ബെഞ്ച് പോലെ ഇടാൻ, അങ്ങനെ ഇടാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇത് ഞാൻ പൊളിക്കുകയാണ്. ഇത് ഞാൻ ഫുള്ളായിട്ട് പൊളിച്ച് നെറ്റും പോയിട്ട് സ്ക്രൂ ഒക്കെ കംപ്ലീറ്റ് കഴിച്ചണം. ഇത് ആര്യൻ്റെ ഒരു സൈക്കിളായിരുന്നു. അപ്പോൾ ഇത് ഓളയും കാട്ടിൽ മൂത്ത കുട്ടികൾ കയറിയിട്ട് ഇതിൻ്റെ ആക്സിൽ ഒടിഞ്ഞു പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ബെഡും ഇട്ടിട്ടുള്ള ഒരു സ്ക്രൂ ഇട്ട് പണിയെടുത്ത് വെക്കുക. ചിലപ്പോൾ റെഡി ആവട്ടായില്ല, ചിലപ്പോൾ റെഡി ആവുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഓക്കെ. ഓക്കെയാണ് കേട്ടോ, റെഡിയായി. എന്താ ചേട്ടന്? ഓക്കെ ശരിയായി. കൂട്ടെ അത് മറ്റേ ഔട്ടർ സാധനം അവിടെ അതതിൻ്റെ ബാക്കിലുണ്ട്. ശരിയായി. ആർക്കും കൊടുക്കണ്ട കേട്ടോ. ഇതിങ്ങനെ 2 പീസാണ്. അതായത് ഇതിങ്ങനെ ചെറിയൊരു പീസും പിന്നെ ഇതൊരു 3.5 അടിയോ 3 അടി പറയുമ്പോൾ 3 അടി. ഇത് 3 അടി, അങ്ങനെയാണെങ്കിൽ അത് ഒരു 2.5 അടി ഒക്കെയാണ് ഇതുണ്ടാവുക. ഇതൊരു 1.5 അടി ഉണ്ടാവുള്ളൂ, അത് 3.5 അടി. അങ്ങനെ ആയിരിക്കും അതിൻ്റെ കണക്ക്. 3.5, 1.5, 4, 5, അപ്പോൾ 5 അടി ഉള്ളൂ അല്ലേ. അപ്പോൾ അത് 2 ആയിട്ട് മുറിച്ചിട്ട് നമ്മുടെ വണ്ടി കയറ്റണം. അതിനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ ഒരു പ്ലൈവുഡ് വേറെ വേറെ കിട്ടുമെന്ന് നോക്കണം. എന്തായാലും ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ ആളെ കാണാം. കാരണം ചില പണി കുറേ ഉണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കലോ ഒക്കെ പാടെ നടക്കില്ല. ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഓക്കെ ബൈ.